നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിന് പിന്നിൽ മോഷണം തന്നെയാണോ എന്ന് സംശയം. വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് കരീന കപൂർ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമി വീട്ടിൽ കയറിയത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ എന്നും സംശയിക്കുന്നുണ്ട്. മോഷണമാണ് ലക്ഷ്യമെങ്കിൽ പുറത്തിരുന്ന സ്വർണം കള്ളൻ എടുക്കുമായിരുന്നു. എന്നാൽ അതൊന്നും എടുക്കാതെയാണ് ആക്രമി മടങ്ങിയതെന്നും കരീന പറയുന്നുണ്ട്. മാത്രമല്ല, അക്രമാസക്തനാവുകയും ചെയ്തിരുന്നു. താൻ പേടിച്ചു പോയെന്നും കരിഷ്മ കപൂർ എത്തിയാണ് തന്നെ അവിടെ നിന്ന് മാറ്റിയതെന്നും കരീന വ്യക്തമാക്കി. ആദ്യം കുട്ടിയെ ആക്രമിക്കാനാണ് പ്രതി ശ്രമിച്ചത്. ഒറ്റയ്ക്കാണ് സെയ്ഫ് ആക്രമികളെ നേരിട്ടതെന്നും കരീന വ്യക്തമാക്കി. വ്യാഴാഴ്ച പുലർച്ചെയാണ് മുംബൈയിലെ ബാന്ദ്രയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ആക്രമി സെയ്ഫ് അലി ഖാനെ കുത്തുന്നത്. 6 തവണയാണ് ആക്രമി സെയ്ഫിനെ കുത്തിയത്. തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെ പോലീസ് സംഘത്തിന് പിടിക്കാനായിട്ടില്ല. എന്നാൽ ഈ ആക്രമണത്തിൽ അധോലോക ബന്ധമില്ലെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി യോഗേഷ് കദം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 30-ലധികം ആളുകളുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രതി നേരത്തെ തന്നെ പ്രദേശം നിരീക്ഷിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. CCTV ക്യാമറകളിൽ പെടാതിരിക്കാൻ ഫയർ എക്സിറ്റ് പടികളാണ് പ്രതി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണമില്ലാതെ ഇതിന് സാധിക്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അപകടത്തിന് ശേഷം ലീലാവതി ആശുപത്രിയിലാണ് സെയ്ഫിനെ പ്രവേശിപ്പിച്ചത്. പിന്നീട് അടിയന്തര ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കിയിരുന്നു. ശസ്ത്രക്രിയയിലൂടെ അദ്ദേഹത്തിന്റെ നട്ടലിൽ കുടുങ്ങിയ 2.5 ഇഞ്ച് നീളമുള്ള കത്തിക്കഷ്ണം ഡോക്ടർമാർ പുറത്തെടുത്തു. കുറച്ചുകൂടി ആഴത്തിൽ ആ കത്തി പോയിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ എന്നും ഡോക്ടർമാർ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യുമെന്നും ഡോക്ടർമാർ അറിയിച്ചു.